കഫക്കെട്ട് ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വർഷം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പനിയായിട്ട് ഭയങ്കര പനിയായിരുന്നു. ആ പനി കഴിഞ്ഞിട്ട് പിന്നെ കുറയത്തില്ല. ഇടയ്ക്കെല്ലാം 2 ആഴ്ച കൂടുമ്പം പനിയും കഫക്കെട്ടുമായിട്ട് 2024 ഓഗസ്റ്റിലാണ്. അന്നേരം ഞാൻ ബ്രദറിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലായിരുന്നു. എൻ്റെ സഹോദരി എന്നോട് ലിങ്ക് ഇട്ട് തന്നു പ്രാർത്ഥന കേൾക്കണമെന്നൊക്കെ പറഞ്ഞ്. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടും അസുഖം അങ്ങോട്ട് കുറയുന്നില്ല. പിന്നെ അജയ സിസ്റ്റർ എന്നെ തല കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് ഒക്ടോബർ മാസത്തിലായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് നല്ല സൗഖ്യമുണ്ട്. അത് കഴിഞ്ഞ് കളത്തിപ്പടിക്കാൻ വന്ന് പറഞ്ഞു എനിക്ക് പരിപൂർണ്ണ സൗഖ്യം ആയിട്ടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ബ്രദർ പറഞ്ഞായിരുന്നു പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നെന്ന്. ഞാൻ പിന്നെ 27-ാം തീയതി ആയിരുന്നു അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സൈഡിൽ അങ്ങ് ഭയങ്കര ഒരു വിലക്കവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ആശുപത്രി എനിക്ക് ശ്വാസം വിടാൻ മേലായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ കഴിച്ച മരുന്നല്ല, പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്താണ് പോയത്. അവിടെ ചെന്ന് 1 മണിക്കൂർ എന്നെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തി. എനിക്ക് അന്ന് തൊട്ട് അന്നേരം കൂടിയതങ്ങ് മാറി. അപ്പം വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ അതിന് മുമ്പ് കഴിച്ചിരുന്ന മരുന്നൊക്കെ ഡോസ് കൂടിയതായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ അത്രയുള്ള ഡോസൊന്നുമല്ല. എന്നിട്ട് വേറെ ബ്രോങ്കോസ്കോപ്പിയും പിന്നെ CT സ്കാനും ഒക്കെ ചെയ്തു. ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അതൊക്കെ സിസ്റ്റർ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 10 വർഷമായിട്ട് ഉണ്ട്, 10 വർഷമായിട്ടുണ്ട്. പക്ഷേ ഈ 2 വർഷമായിട്ട് എപ്പോഴും പനിയായിരുന്നു. പനിയും കഫക്കെട്ടും തന്നെയായിരുന്നു. ബ്രദറിൻ്റെ പ്രാർത്ഥനയും സിസ്റ്ററിൻ്റെ പ്രാർത്ഥന സൗഖ്യമാക്കി. ഇപ്പം നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. 10 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പലപ്പോഴും ഡോക്ടർ പറഞ്ഞ് രോഗമുണ്ട്, വിഷയമുണ്ടെന്ന് പറഞ്ഞതാണ്. ഈ ലാസ്റ്റ് ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായൊരു വിടുതലിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.